മലയാള സിനിമയുടെ അകത്തുള്ള ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഞായറാഴ്ച ഓഗസ്റ്റ് 25 മലയാള സിനിമ ഇനി കാണുന്നത്, ചരിത്രത്തിൽ കാണുന്നത് രാജിദിനം എന്നായിരിക്കും. പ്രധാനപ്പെട്ട രണ്ടുപേര് രാജിവെച്ച ദിവസമാണ്. അവിടെയും നിൽക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആരോപണങ്ങൾ, എന്തൊക്കെയാവും എന്നറിയില്ല. സിനിമ തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മളുടെ മീഡിയയിൽ സിനിമാക്കാരെ കുറിച്ച് അറിയുന്ന ഒരു രീതിയാണ്. പ്രമോഷനായിട്ടൊരു സിനിമയുടെയൊക്കെ ഇതായിട്ട് ഇവരുടെയൊക്കെ തല കാണാറുണ്ട്. ഇവരൊന്നും അഭിനയിക്കാതെ, ഇവരൊന്നും തല കാണാതെ ഇവരുടെ പേരുകൾ കൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരാവും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലർക്കും ഇപ്പോൾ ഇത് പുറത്ത് വന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലരും ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ആയാലും അതോടൊപ്പം തന്നെ സിദ്ദിഖിനെതിരെയും ഉള്ള ആരോപണങ്ങൾ പരസ്യമായി പറയാൻ തയ്യാറായി ഓരോരുത്തരും. അപ്പോൾ അത് പേജുകൾ ചിലതില്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെയൊന്നും ഒരു സ്പേസ് ഇല്ലാത്ത രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം. ഏഷ്യാനെറ്റാണ് ഇത് വാർത്ത കൊടുക്കുന്നത്. ഈ നടി, ബംഗാളി നടി പറയുകയാണ്, ഇദ്ദേഹം ഇവരോട് കാണിച്ച എന്ന് വെച്ചാൽ ഇതിൽ സംഭവിച്ചത് എന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ വളകളിൽ മുടികളിലൊക്കെ സ്പർശിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഓഡീഷനുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അമ്മയുടെ പ്രസ് മീറ്റും സിദ്ദിഖും ജോമോളും ഉൾപ്പെടെയുള്ളവരുടെ പത്രസമ്മേളനം വരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഇരുട്ടി വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം സിദ്ദിഖ് രാജിവെക്കുന്നു. അതിന് തലേദിവസം തന്നെ ഈ രഞ്ജിത്തിന്റെ ആരോപണം വലിയ ചർച്ചയാവുകയും അതൊരു രാഷ്ട്രീയ തലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിത്ത് റിസോർട്ടുകളിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ സമരം നടത്തുകയൊക്കെ ചെയ്തു. ഒരു രാഷ്ട്രീയ മാനം കൂടി രഞ്ജിത്തിന് ഉണ്ടായിരുന്നു. അതെ, ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയുടെ മറുപടിയും ഒക്കെ അത്യാവശ്യം വിവാദങ്ങളിലേക്കായി. പിന്നീട് രാവിലെ സിദ്ദിഖ് രാജിവെക്കുന്നു, മണിക്കൂറുകൾക്കകം രഞ്ജിത്ത് രാജിവെക്കുന്നു. അവിടെയും തീരും എന്ന് കരുതി, ഈ പ്രശ്നം അവിടെയും തീരും എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ഇന്നലെ ഞായറാഴ്ച ഉച്ചയോടെ തൊട്ട് തുടങ്ങിയതാണ് ഓരോ നടന്മാരെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ. നിരവധി സ്ത്രീകൾ മുന്നോട്ട് വരുന്നു, നിരവധി ആരോപണങ്ങൾ വരുന്നു, നിഷേധിക്കുന്നു പലരും, പക്ഷേ ആരോപണങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ ജയസൂര്യക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ബാബുരാജിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, അല്ലേ, ഇത്തരം ആരോപണങ്ങൾ ഇനി അതായത് തുറന്ന് പറയാൻ ധൈര്യം കാണുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. ഇവരിങ്ങനെ ഓരോ താരങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പ്രേക്ഷകൻ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ടിൽ വരുവാണ്. 24 വേറെ, ഇങ്ങനെ ഓരോ ചാനലുകൾ, മനോരമ, ഇവരെല്ലാവരും ഓരോ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുമായി വരുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഇതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിത് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമന്റ് എന്ന് വെച്ചാൽ ഇന്നൊന്നും കൂടി ഫോൺ റീചാർജ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം GB തികയുന്നില്ല ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അത്രയ്ക്കും അതാണ് അതായത് ഓരോ ദിവസവും ഓരോ വിഗ്രഹങ്ങൾ ഉടയുകയാണല്ലോ. ആ രീതിയിലാണ് ഇപ്പോൾ ഓരോ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പം ഓരോ ചാനലുകളും ഇതിനപ്പുറം എന്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഏത് താരത്തിനെ വെച്ചുകൊണ്ട് അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു മത്സരം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഈ പറയുന്ന നടിമാരും ഒക്കെ രംഗത്ത് വരുന്നു. വലിയ വലിയ താരങ്ങൾക്കെതിരെയുള്ള ബ്രേക്കിംഗ് കൊടുക്കുന്നു, ചാനലുകളുടെ റീച്ച് കൂട്ടുന്നു. അങ്ങനെ വലിയൊരു മത്സരം ഇപ്പോൾ ഈ ചാനൽ രംഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ, സിനിമയിൽ അധികം സാധ്യത ലഭിക്കാതെ മാറി നിന്നവരൊക്കെ ഇതിനകത്ത് ആരോപണമായിട്ട് വരുമ്പോൾ സംശയിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നുള്ളത് സത്യം. പക്ഷേ ഇതിൽ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സിനിമയിലൊന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം കൊണ്ട് പെട്ടെന്നൊരു അവരുടെ സാധ്യതകളെ ഊതിക്കെടുത്തിയ ആളുകൾക്ക് എതിരെ ഒരു ആരോപണം എന്നുള്ള രീതിയിലും ഇത് വരാം. അത്തരത്തിലുള്ള സാധ്യതകളും ഇതിൻ്റെ അകത്ത്. നമ്മളെല്ലാവരും മലയാളികളാണ്. ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളും ആരോപണത്തിൽ രണ്ടിനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ വെറുതെ അദ്ദേഹത്തെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് വളരെ അപൂർവമായി വന്നേക്കാം. ഓക്കെ, ഇപ്പോൾ സിദ്ദിഖും അതുപോലെ തന്നെ രഞ്ജിത്തും ഇവർ രണ്ടുപേരും മഹാരാഷ്ട്ര കേസിന് വേണ്ടി പോകാൻ തുടങ്ങിയാണ്. അമ്മയുടെ നാളെ നടത്താനിരുന്ന അവരുടെ ആ ഒരു കമ്മിറ്റി മാറ്റിവെച്ചു. മോഹൻലാലിൻ്റെ അസൗകര്യമാണ്.
മോഹൻലാൽ എന്താ മിണ്ടാത്തത് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ച വ്യാപകമാണ്. ആ സമയത്താണ് ഇത് മാറ്റിവെക്കുന്നത്. അമ്മ പിളരാം എന്നുള്ള സാധ്യതകൾ കാണുന്നു. ഇതിനേക്കാളൊക്കെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ആ ഒരു ഒഴിവിലേക്ക് ജഗദീഷ് വരും എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. അല്ല, ഒരു സ്ത്രീ ജനറൽ സെക്രട്ടറിയായി അമ്മയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ രാജിയോടുകൂടി ഇതെല്ലാം തീർന്നു എന്ന് ആശ്വസിച്ച സർക്കാരിന് പക്ഷേ ഈ വിവാദങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഹൈക്കോടതി വിമർശിക്കാനുള്ള സാധ്യതകളൊക്കെ ഇനിയും ഉണ്ട് എന്നുള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇനി പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കുകയാണ്. ഇനി ഒറ്റത്തവണ തീർപ്പാക്കലാണ്. മാധ്യമങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല. നമ്മൾ ഈ പുതിയ മറ്റേ ഇത് വന്നില്ലേ, നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ കരം തീർക്കാനായിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകണം. ഇപ്പം അതൊന്നുമില്ല, ഏകജാലക സംവിധാനം പോലെ. അതെ, അപ്പോൾ ഒരു ഓൺലൈൻ പോലെ തന്നെ ഒരു ഒറ്റ ജാലകം. അതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു രീതി. അന്വേഷണ സംഘത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? 7 അംഗ IPS സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അത് ക്രൈം ബ്രാഞ്ചിന് കീഴിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്നത് സ്ത്രീ അജിത ബീഗം, IG സ്പർജൻ കുമാറിന് കീഴിലാണ് നേതൃത്വത്തിലാണ് ഈ ടീമിന് ഉണ്ടാക്കിയിരിക്കുന്നത്. 7 അംഗ സംഘം. അധികവും വനിതാ IPS ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതെ, അജിത ബീഗം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ അന്വേഷണ സംഘം എന്നൊരു ചോദ്യമല്ലേ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി മറ്റു നടപടികൾ സ്വീകരിക്കാനാണെന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ രാകേഷേ, രഞ്ജിത്തിനെതിരെ, സിദ്ദിഖിനെതിരെ, ഈ പറയുന്ന ബാബുരാജിനെതിരെ, മണിയമ്പിള്ള രാജിനെതിരെ, ജയസൂര്യക്കെതിരെ മൊഴികൾ പുറത്തു വരുന്നു, സ്ത്രീകൾ പരസ്യമായി രംഗത്ത് വരുന്നു. എങ്കിൽ കേസെടുക്കണ്ടേ? എടുക്കണം. അതിന് നിയമോപദേശത്തിൻ്റെ ആവശ്യമില്ല, നിയമതടസ്സത്തിൻ്റെ ആവശ്യമില്ല, അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യമില്ല. കേസെടുക്കുക എന്നുള്ളൊരു പ്രാഥമിക കർത്തവ്യമുണ്ടല്ലോ. അതിനുശേഷം FIR ഇടുക, തുടർ നടപടികൾ സ്വീകരിക്കുക, പ്രിലിമിനറി എൻക്വയറി നടത്തുക, അവരെ പ്രതി ചേർക്കുക, പ്രതിയായി അവരെ കൊണ്ട് റിമാൻഡ് ചെയ്യുക, ഇതൊക്കെയല്ലേ അതിൻ്റെ പ്രൊസീജിയറുകൾ. അപ്പോൾ അതിലേക്ക് കടക്കാൻ എന്താണ് സർക്കാരിന് ഭയമുണ്ടോ? അപ്പോൾ അതിന് പകരം എന്തിനാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നത്? ഈ അന്വേഷണ സംഘത്തെ വെക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് രാകേഷേ, ഒരു വലിയൊരു മല ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ അടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ മല വീഴാതിരിക്കണം, ചിലരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു താങ്ങ് കൊടുക്കുക, അതാണ് ഈ അന്വേഷണ സംഘം കൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പരസ്യമായി വരുന്ന ആരോപണവുമായി വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. സർക്കാരിനും CPM-നും ഒക്കെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോരുത്തരുടെ രംഗത്ത് ഇളകി വരുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ വെച്ചാൽ ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് പോയി പറയാം. അതാണ് ഞാൻ പറഞ്ഞ ഏകജാലകം. അപ്പോൾ ഇനി നിങ്ങൾ പോയി മീഡിയയിലൊന്നും പോയി പറയണ്ട, ഇവിടെ പറയാം. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പറഞ്ഞാൽ അവിടെ ഒതുങ്ങാലോ. അതിന് 2 കോടി രൂപയാണ്. അത് കോൺക്ലേവിലേക്ക് വരാം. അതിനു മുമ്പ് ഇത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറയൂ. എന്തിനാണ് അവിടെ പറഞ്ഞത്? ഇനി എങ്ങാനും അവിടെ പറഞ്ഞാൽ ഈ പോലീസ് IPS ഉദ്യോഗസ്ഥർ അവരെ വിളിക്കും, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം വന്നു. വെറുതെ എന്തിനാ പുലിവാല പിടിക്കണം, എന്നാൽ മിണ്ടണ്ട എന്ന് എല്ലാവരെയും ഇരുത്താം. നമ്മുടെ MLA, CPM-ന്റെ MLA-യും നടനുമായിട്ടുള്ള മുകേഷിനെതിരെ ആരോപണം നമ്മുടെ കോൺഗ്രസിന്റെ വനിതാ സംഘടന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവഹാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു MLA എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരൊക്കെയോ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത. ഈ മലയെ ഇടിഞ്ഞു വീഴാതെ താഴെ നിർത്തേണ്ട ഈ ബിംബങ്ങളൊക്കെ ഉടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിന് എന്തിനാണ് സർക്കാർ ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം? അതും പോട്ടെ രാകേഷേ, ഇത് ഇപ്പോൾ സംഭവിച്ചതല്ലല്ലോ, 2019 നടന്നതല്ലേ. ഈ അന്വേഷണ സംഘത്തെ അന്ന് നിയമിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയും ആരോപണങ്ങൾ വരികയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സർക്കാരിന് അനങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയൊരു ചോദ്യമല്ലേ, സർക്കാർ മറുപടി പറയേണ്ടതല്ലേ. എന്തുകൊണ്ട് ഇത്രയും വൈകി? ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്പർജൻ കുമാറിൻ്റെ കീഴിലൊക്കെ ഈ വലിയ സംഘത്തെയൊക്കെ ഉണ്ടാക്കി എന്തിനു വേണ്ടിയാണ്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺക്ലേവിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കോടി രൂപ ഈ മുകേഷിനേക്ക് ഇരുത്തിയിട്ട് കോൺക്ലേവ് സംഘടിപ്പിക്കാനായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ അകത്ത് പ്ലാൻ എന്നാണ് ഞാൻ കേട്ടത്. മഞ്ജു വാര്യരെയും ഒക്കെ വെച്ചിട്ട്. ഇനിയിപ്പോൾ ആരെ കൊണ്ടവിടെ വയ്ക്കും എന്നുള്ളത് വലിയൊരു ആശയക്കുഴപ്പം. കാരണം ഇതിനു വേണ്ടി ഒരാളെ പേര് പറഞ്ഞാൽ നാളെ അയാൾക്കെതിരെ ആരോപണം വരും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് വേട്ടക്കാര് കൂടി ഇല്ലേ, വേട്ടക്കാരുടെ എണ്ണം കൂടി. ഒരു ലൈഫ് മിഷനിൽ 5 ലക്ഷം രൂപ കൊടുത്താൽ ഒരു വീട് പണിയാം. 2 കോടിക്ക് എത്ര വീട് പണിയാം അല്ലേ? സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടല്ലേ ആവശ്യം? ഈ സിനിമക്കാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് വേണ്ടി ഒരു കോൺക്ലേവ് കൊടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ കോൺക്ലേവ് എന്ന സാധനം സത്യത്തിൽ സർക്കാർ എന്തിനാണ് നടത്തുന്നത്?
കാരണം ഇതിൽ കുറ്റക്കാരായവരെ കൃത്യമായി ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺക്ലേവ് അല്ല ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശം, ഇത് സർക്കാർ എടുക്കേണ്ട നടപടികൾ നിർദ്ദേശം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ നടപടികളിലേക്ക് കടന്നാൽ പോരെ. ഈ പരാതി എല്ലാം പരിശോധിക്കുക, അതിൽ FIR ഇടുക, അന്വേഷണം ഒരു 5 or 6 പേരിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പകുതി അവസാനിക്കും. പേടി വരും. ഇവർക്കൊരു പേടിയില്ല എന്നുള്ളതാണ്. ഇവർ വലിയ മഹാരഥന്മാരായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് പേടിയില്ല. ഇപ്പോൾ നമ്മളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞ് മഹാരഥനാണെന്നാണ്. ബുദ്ധി കൊണ്ടും എഴുത്തുകൊണ്ടും ഒക്കെ മഹാരഥനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ എന്നുള്ളൊരു ചോദ്യം മുൻപിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ തന്നെ. ഇപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ വാചക കസർത്ത് എല്ലാം എല്ലാവരെയും ആകർഷിക്കുന്ന അഭിനയവുമുണ്ട് ഇവർക്ക്. ഇപ്പോൾ ഈ പറയുന്ന നടന്മാരൊന്നും ചെറിയ നടന്മാരല്ല, നല്ല സുന്ദരമായിട്ട് അഭിനയിക്കാനും നല്ല കഴിവുള്ള, മലയാളത്തിൽ നിന്ന് കുത്തിക്കൊണ്ടുപോകുന്ന നടന്മാരാണ്. അപ്പോൾ ഇവർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പുഴുക്കുത്തുകൾ ഒന്ന് പേടിക്കും. ഇത് കുറേയൊക്കെ എല്ലാ സിനിമകളിലും ഉണ്ട്, എല്ലാ സിനിമാ മേഖലകളിലും ഉണ്ടെങ്കിൽ പോലും മലയാളത്തിൽ ഇതൊന്ന് കൂടിപ്പോയി. ആ കൂടലൊന്ന് കുറയും. ഈ അവസാനം ഒരു 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 അമ്മയ്ക്ക് പരാതി കൊടുത്ത ഒരു നടിയുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ 2013-ലോ 12-ലോ ആണ് ഒരു സിനിമ. ഈ സംവിധായകൻ വന്ന് എന്നും മുട്ടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവരൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് മാറുകയും ഈ സ്ത്രീയോട് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ബഹളമുണ്ടാക്കിയ ഡയറക്ടർ എന്ന് വെച്ചാൽ അതിരൂക്ഷമായി പെരുമാറിയ ഒരു ഡയറക്ടർ, ഇതുവരെ അമ്മയ്ക്ക് പരാതി കൊടുത്തിരുന്നു 12-ൽ. ഇടവേള ബാബുവിനാണ് പരാതി കൊടുത്തത്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്നസെൻ്റ് ആണ് എൻ്റെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് തോന്നുന്നു. അനങ്ങിയില്ല. ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നടപടി സ്വീകരിക്കുന്നതാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അവസാനം അദ്ദേഹം പറഞ്ഞത്. ഇത് കിട്ടിയിരുന്നു, നോക്കിയില്ല. ഇത് ഈ സർക്കാരുകൾ മാറുന്ന പോലെയാണ് അമ്മയുടെ, അത് പഴയ ടീമല്ലേ, ഞങ്ങൾ പുതിയ ടീമല്ലേ എന്നും പറഞ്ഞിട്ട് ഇത് ഒന്നുമില്ലാതാക്കുന്ന പ്രവണത അവിടെയുമുണ്ട്. അപ്പോൾ നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെക്കുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് പരാതി കേൾക്കാനും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനും ഒരു കോൺക്ലേവിനും ഒന്നും ഒരു പരിഹാരവുമില്ല. എന്തായാലും ഈ വിവാദങ്ങൾ ഇവിടെ തീരുന്നില്ല. വിവാദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയെ രക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരും സിനിമാ ലോകവും കാണേണ്ടത്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.